ബഫർ സോണിലൂടെ അപ്രഖ്യാപിത കുടിയിറക്ക് വഴിയായി ലക്ഷക്കണക്കിന് പേർ ഭവനരഹിതരെ മാറിയേക്കാവുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കപ്പെടണമെന്ന് കെസിബിസി പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി പരിഹാരം കണ്ടെത്താത്ത പക്ഷം കേരള കത്തോലിക്ക സഭാ നേതൃത്വവും ജനങ്ങൾക്കൊപ്പം പ്രക്ഷോഭങ്ങൾക്ക് അണിനിരക്കുമെന്നും പ്രതിനിധി സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. കേരളത്തിലെ ജനങ്ങളെ ആകമാനം വിശിഷ്യ കർഷകരെയും സംരക്ഷിത വനമേഖലകളുടെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെയും പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിരിക്കുന്ന ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് കെസിബിസി പ്രതിനിധി സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് ചർച്ച നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അപ്രഖ്യാപിത കുടിയിറക്ക് വഴിയായി ലക്ഷക്കണക്കിന് പേർ ഭവനരഹിതരായി മാറിയേക്കാവുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കപ്പെടണമെന്ന് പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇക്കോ സെൻസിറ്റീവ് സോൺ പുനർനിർണയിച്ച് സുപ്രീം കോടതി റിവ്യൂ പിറ്റീഷൻ ഫയൽ ചെയ്യുക, പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രമേയം പാസാക്കുക, കേരളത്തിലെ സവിശേഷമായ സാഹചര്യം പ്രത്യേക പ്രതിനിധി സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര മന്ത്രിസഭയെ ധരിപ്പിക്കുക, വിശദമായ പഠനങ്ങളും വിലയിരുത്തലുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും കെസിബിസി പ്രതിനിധി സംഘം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഏറ്റവും മികച്ച രീതിയിൽ വനവും വന്യമൃഗങ്ങളും സംരക്ഷിക്കപ്പെടുന്ന കേരളത്തിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് സാമാന്യനീതിയുടെ ലംഘനമാണെന്ന് പ്രതിനിധി സംഘം ചൂണ്ടിക്കാണിച്ചു. ഈ ഭീഷണിയെ അതിജീവിക്കുന്നതിനായി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പങ്കുവച്ച പ്രതിനിധി സംഘത്തെ മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം ശ്രവിക്കുകയും കാര്യക്ഷമമായ ഇടപെടലുകൾ ഉറപ്പു നൽകുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി സുപ്രീം കോടതി റിവ്യൂ ഹർജി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നതായി അറിയിച്ചു. സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി പരിഹാരം കണ്ടെത്താത്ത പക്ഷം കേരള കത്തോലിക്ക സഭാ നേതൃത്വവും ജനങ്ങൾക്കൊപ്പം പ്രക്ഷോഭങ്ങൾക്ക് അണിനിരക്കുമെന്ന് പ്രതിനിധി സംഘം അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബിഷപ്പുമാരായ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, സാമുവൽ മാർ ഐറേനിയോസ്, മാർ ജോസ് പുളിക്കൽ, മാർ തോമസ് തറയിൽ എന്നിവർക്കൊപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ, കെസിബിസി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലിക്കാപ്പള്ളി, KSSF എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ എന്നിവരാണ് കെസിബിസി പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനു ശേഷം വനം മന്ത്രി AK ശശീന്ദ്രനെയും സന്ദർശിച്ച് ചർച്ച നടത്തുകയും നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെയും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെയും സന്ദർശിച്ച പ്രതിനിധി സംഘം ബഫർ സോൺ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചതോടൊപ്പം ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പൂർണ്ണ പിന്തുണ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ഷെക്കേന ന്യൂസ്, തിരുവനന്തപുരം.